ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന ചിത്രത്തിൽ പൊട്ടിച്ചിരിയുടെ ആഘോഷമൊരുക്കിയ എവർഗ്രീൻ കോമഡി ഹിറ്റ്. ഇനി മക്കളെല്ലാവരും പോയി കളിച്ചേ. കൊള്ളാക്കിയില്ലേ? എല്ലാവരും കൂടി ചളാക്കിയില്ലേ? സർവ്വ പൂച്ചും പുറത്തായി. പുറത്താക്കിയത് ആരാ? ഇവിടുത്തെ പെണ്ണുങ്ങളാ. ഞാൻ എന്തിനാ 3 പിള്ളേരെ സ്വർണ്ണം വിട്ട് ആണെന്നില്ലേ എന്നെ കാണിച്ചത്? ഞാൻ 5 പിള്ളേരുടെ അമ്മയാണെന്ന് യമുന മനസ്സിലാക്കിയില്ലേ? എനിക്ക് കണ്ണു കാണില്ല ചേച്ചിയല്ലേ പറഞ്ഞത്. 2.5 പവർ വരെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഞാൻ തിരിപ്പിന് വേണ്ടി വന്നപ്പോഴേ ചേച്ചിക്ക് അസൂയ. മനഃപൂർവ്വം കൊച്ചുകളെ പറഞ്ഞു വിട്ട് എന്നെ കൊച്ചാക്കിയതാ. ഈ ഏട്ടത്തിന് ഇംഗ്ലീഷ് ആകെ കൊളാക്കിയത്. ഫോട്ടോ ക്ലോസറ്റിൽ എടുക്കണം പോലും. ഞാനാകെ ചമ്മിപ്പോയി. ഓ, ഒരു ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു. എന്നെ പോലെ ഇവിടെ ഇംഗ്ലീഷ് എന്താ ഒരു ബഹളം? ആഹാ, അപ്പൊ പ്രശ്നം എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഉണ്ട്. ഇറച്ചിയിലാടേ തകരാറ്. വയറാകെ ഉരുണ്ട് വിരണ്ട് കയറുന്നു. എന്തോ ഒരു മാർഗതടസ്സം. കോർക്കായിരിക്കും. അല്ല, പോർക്കായിരിക്കും. വീണ്ടും പ്രശ്നോടെ മാറി നിൽക്കണേ. എന്ത് പ്രതീക്ഷയോടെ പണം വാരി കോരി ചെലവാക്കിയത്? ഇനി യമുന ഈ പടി കയറും. എങ്ങനെ കേറാൻ? പ്രേമോ വിവാഹമൊക്കെ എടുത്തിട്ട് യമുന കൂടെ ഉണ്ടാക്കിയത് ചേട്ടനല്ലേ? നീ ഇപ്പൊ ഒരു കാര്യം മറ്റേ കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല. വാരിക്കോരി ചെലവാക്കുകയും ചെയ്തു, ഉദ്ദേശഫലം കിട്ടിയതുമില്ല. എന്തൊരു ആവേശവും ഉത്സാഹവും തിമിർപ്പും ആയിരുന്നു. അതൊക്കെ എവിടെ പോയി? നിക്കുക. ഉണ്ടാക്കി കൂട്ടിയല്ലോ കുന്നു കണക്കിന്. എന്നിട്ട് വിശിഷ്ടാതിഥി എന്താ കഴിച്ചേ? ഒക്കെ ബാക്കിയായില്ലേ? കുഴപ്പമില്ല അച്ഛാ, ഇവിടെ ഫ്രിഡ്ജ് ഇല്ലേ, അതിൽ വെച്ച ഒന്നും കേടുവരില്ല എന്നാ പറയുന്നത്. അതെ, അപ്പപ്പ എടുത്ത് ചൂടാക്കി കഴിച്ചാ മതി അച്ഛാ. ഓ, പെണ്ണുങ്ങൾക്ക് 2 ദിവസം റെസ്റ്റ് ആവുമല്ലോ. ഈ ഫ്രിഡ്ജും ടിവിയും സോഫയൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ എവിടുന്നായിരുന്നു പണം? അയ്യോ അച്ഛാ, രൊക്കം കൊടുത്തിട്ടൊന്നുമല്ല, ഒക്കെ ഇൻസ്റ്റാൾമെന്റാ. മാസാമാസം അടച്ചിരുത്താ മതി. പിന്നെ പലിശക്ക് കുറെ പണം എടുത്തിട്ടുണ്ട്, വെറും 5% പലിശ. അതൊരു പ്രശ്നമേ അല്ല. അത് ശരി. ഇതൊക്കെ മാസാമാസം അടച്ചു തീർക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടോ? ഗാലറിന്ന് അടച്ചത്. സാലറിന്ന്. ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് കരുതി ആ നടി വല്ലതും ചോദിച്ചു വാങ്ങിയോ? അഥവാ ഇല്ലെങ്കിൽ അവര് വല്ലതും വാരിക്കോരി തരുമോ? കഷ്ടം. തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. വിനാശകാലേ വിപരീത ബുദ്ധി. ഓ, തുടങ്ങി. എനിക്ക് ആരോട് സംസാരിക്കണ്ട. എനിക്കൊന്നും വയ്യ. അയ്യേ, എനിക്കെന്തന്നെ? നീയല്ലേ ഈ പണ്ടാരം വാങ്ങിയത്, നീ സംസാരിക്കും. നാശം കടക്കാർ വല്ലതും ആയിരിക്കും. നീ തന്നെ ഡീൽ ചെയ്തോ. പുതിയ നമ്പർ ആണല്ലോ. ഹലോ, ஹலோ, நான் உங்களுக்கு நன்றி சொல்லதான் கூப்பிட்டேன். எனக்கு ரொம்ப சந்தோஷமா இருக்கு. உங்க அன்பும் ஆதரவும் ஹாஸ்பிட்டாலிட்டி ലൈഫിലെ മുതൽ തടയാത്ത இப்படி ഒരു അനുഭവം. I really enjoyed it. ഞാൻ ഇന്ദു. എന്താ യമുന റാണി ഇത്? നിങ്ങൾ എത്രയോ മുകളിലാ, ഞങ്ങളൊക്കെ വളരെ താഴെ നിൽക്കുന്നവരല്ലേ. We are understanding peoples. எல்லாரும் பேசலாமே. இன்னும் ஒரு மாசம் நான் இங்கதான் இருப்பேன். ഡെയിലി പാക്കണോ? ഷൂട്ടിംഗ് എവിടെ? എനിക്ക് ഇപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. ഫ്രിഡ്ജും ടിവിയും സോഫ സെറ്റും ഒക്കെ ഐദ്രോസ് കൊണ്ടുപോക്കോട്ടെ, ബാക്കി പണം അന്വേഷിച്ചാൽ മതിയല്ലോ. ആ പുതിയ മനസ്സിരിക്കട്ടെ. വീട്ടിൽ നിന്ന് സാധനം പെറുക്കിക്കൊണ്ട് പോകുന്ന നാട്ടുകാർ കണ്ടാലേ ഞങ്ങൾക്ക് അതിന് നാണക്കേട്. നാട്ടുകാർ കണ്ടോട്ടേന്ന് വെക്കാം. ആ യമുന കണ്ടാലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ ജീവിച്ചിരിക്കണ്ടേ? നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാൻ അന്നേ പറഞ്ഞതാ വലിയ ആഡംബരമൊന്നും വേണ്ടാന്ന്. സമ്മതിക്കത്തില്ല. അവിടെ ഒരു പ്രസ്റ്റീജ് ഷൂസ്. നീ പറഞ്ഞതാണ് അതിന്റെ സത്യം. യമുന റാണിക്ക് വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ തൂങ്ങിച്ചാവുന്ന ഭീഷണിപ്പെടുത്തിയവളാ ഇവള്. ഇപ്പൊ അവളുടെ നിൽപ്പ് കണ്ടില്ലേ? അണ്ടി കളഞ്ഞ അണ്ണന്റെ പോലെ. അമ്മിയിൽ അരച്ചാൽ അഭിമാനക്ഷതം. ഗ്രൈൻഡർ മേടിക്കണം. ജന്മത്തെ നീ നിന്റെ വീട്ടുകാരൻ കണ്ടിട്ടുണ്ടോ ഗ്രൈൻഡർ? ഒക്കെ വാങ്ങി കൂട്ടുന്നവരെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ നീയൊക്കെ? പെണ്ണുങ്ങളായ അങ്ങനെ പലതും പറയും. ആണുങ്ങൾ അത് കേട്ട് തുള്ളാൻ നിൽക്കുന്ന എന്തിന്? കൊണ്ടുപോയി അടക്കി. നിന്റെ കരണക്കുറ്റി ഉണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. തടയണ്ട, ഞാൻ കൊല്ലട്ടെ. കൊല്ലാൻ 5 പിള്ളേരുടെ അമ്മയായപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടാന്നായി. കൊല്ലാൻ. നിന്നെ അതെ, നമ്മൾ ഇങ്ങനെ പരസ്പരം കൊല്ലാൻ നിൽക്കണ്ട. ആ കാതർ കൂട്ട് കയറി നമ്മളെ കൊല്ലായിരിക്കാനുള്ള വഴി നോക്ക്. 3 പേര് കൂടെ നോക്കിയാ മതി. എത്രയും വേഗം പണം കൊടുത്ത് അയാളെ പറഞ്ഞു വിടാൻ നോക്ക്. എടി കുരുടി, നിന്റെ ഈ സോഡാക്കുപ്പി കണ്ണടം തല്ലി പൊട്ടിക്കും. ആ ചേട്ടാ, ഐഡിയ പോയി. നമുക്ക് ഇവളമാരുടെ ആഭരണം ഊരി കൊടുക്കാം. ഇനി അരിച്ചിട്ട് ബദലിക്കാൻ മതി. എന്നെ വട്ടം ചിറ്റി കളിപ്പിക്കരുത്. ഞാൻ തരില്ല. എന്റെ മുത്തശ്ശി എനിക്ക് തന്ന കല്ലുവളയാ. ഇത് ഞാൻ തരില്ല. അറിയാടി, ഈ കല്ലുവളയുടെ പേരിൽ നിന്റെ മുത്തച്ഛനെ ഒരുപാട് വെള്ളം കുടിപ്പിച്ച കഥകളൊക്കെ എനിക്ക് അറിയാടി. ഇനി എന്റെ വംശപരമ്പരകൾക്ക് അത് ഉണ്ടാകരുതടി. നിന്റെ കല്ല് വെച്ച നുണയേക്കാൾ വലുതല്ലടി നിന്റെ ഈ കല്ലുവള. ഊരടി, അങ്ങനെ പോരട്ടെ.
അതും കൂടെ എനിക്ക് വേണം. പോലും ഞാൻ തരില്ല. നീ തരും. എന്ത് ചേട്ടാ കാണിക്കാൻ ആൾക്കാർ നിൽക്കണ കണ്ടില്ലേ ചേട്ടാ? എന്ത് ചേട്ടാ? ആഹാ, അങ്ങനെ 5 പവന്റെ അരഞ്ഞാൻ ഒട്ടോട്ട് നീ ഞെളിയണ്ട അടി. അയ്യോ എന്റെ അറിഞ്ഞാണ് പോയി. ഓ അവന്റെ തൊലിക്കെട്ടി. ഫോണിന്റെ പൈസ അടച്ചില്ലെങ്കിൽ 3 പേരും അകത്താവൂന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. അകത്താകുവോ? ആ, ജയിലിൽ കിടക്കാന്ന് വെക്കാം. പക്ഷേ മുൻമന്ത്രിമാരോടൊപ്പം ഇരുന്ന് ഗോതമ്പുണ്ട കഴിക്കണല്ലോന്ന് ഓർക്കുമ്പോ ദൈവമേ, ഞാനും എന്റെ 5 പിള്ളേരും വഴിയാതാരാവോ? എന്നാ തോന്നണേ. ഓ, ഏതോ ഒരു ഹിന്ദി കവി പാടിയതുപോലെ മേരാ മൻ അശാന്ത് ഹേ കൗസു അശാന്ത് ഹേ. ഒരു വഴിയുണ്ട്. യമുനോട് ചോദിച്ചാ പണം കിട്ടും. ഏ? പണം ഇല്ലെങ്കിൽ യമുനോട് ചോദിക്കാനല്ലേ അമ്മാവൻ പറഞ്ഞത്. അതൊരു കളിയാക്കലാണ്. എന്നാലും നമ്മൾ ചോദിച്ചാ യമുന പണം തരുമെന്നുള്ളത് ഉറപ്പാ. കടവും വിട്ടാ അമ്മാവന്റെ മുമ്പിൽ തലയുയർത്തി നടക്കുകയും ചെയ്യാം. എന്താ ഐഡിയ ഐഡിയ. നന്ദേട്ടൻ ഒറ്റയ്ക്ക് പോയാ മതി. ഒരു നയത്തിനൊക്കെ ചോദിച്ചാ കിട്ടുന്നു. മനസ്സിലായില്ലേ? ആ കൗസു മുझे ആലിംഗം കരോ. അങ്ങനെ യമുന റാണിയുമായി തനിച്ച് സംസാരിക്കാൻ ഒരു അവസരമായി. ഭാര്യമാരായ ഇങ്ങനെ വേണം. എന്റെ ഹിന്ദു മാലയും വളയും പോയവരുടെ ദുഃഖം മനസ്സിലാക്കാം. അതൊക്കെ മറ്റുള്ളവർ കാണുന്നതാണ്. നിന്റെ പൊന്നരഞ്ഞാണം ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോ അരഞ്ഞാണ് എന്തിയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? അരഞ്ഞാണം വരെ കാണത്തക്ക വിധം നീ നടക്കരുത്. എന്താ വീട്ടുകാർ നിന്റെ അരയെ തപ്പി നോക്കൂ? അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ചോദിച്ചാ യമുന റാണി 50,000-മോ 1,00,000-മോ ഒരു മടിയും കൂടെ അതെടുത്ത് തരും. അത് വേണോ? തരുമോ? തരും തരും തരും. ഞാനല്ലേ പറയണേ, തരും. ഞാൻ പോയി ചോദിക്കാം. അത് വേണ്ട. അങ്ങനെ എന്റെ ഭാര്യ ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നെ പോവാം. എന്നാ അത് മതി. എടി മണ്ടി, യമുനയെ സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഞാൻ എത്രയോ കൊതിച്ചതാ. നീയായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോ, നന്ദി. എന്താ ആലോചിക്കണേ? അല്ല, നിന്നോട് യമുനയ്ക്കുള്ള അറ്റാച്ച്മെന്റേ. ആ, ഞങ്ങൾ അങ്ങനെയാ. പിന്നെ ഏട്ടനൊന്നും അറിയരുത്. രാത്രി പോയാ മതി. ദേ, യമുനയുടെ പണം വാങ്ങി ക്രെഡിറ്റ് നമുക്ക് തന്നെ കിട്ടണം. ഇയാൾക്ക് ഉറക്കമില്ലേ? വീട്ടിലോട്ട് വരാനേ തോന്നുന്നില്ല. അതെ അതെ, സത്യം എടുത്തി പറഞ്ഞത്. എന്താണ് 7 മണിക്ക് കറത്രേ? നാളെ സ്റ്റണ്ടാ. ഇന്നത്തെ ലവ് സീൻ കലക്കി. യമുന വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. യമുന റാണിക്ക് ഇപ്പൊ നമ്മളില്ലാതെ വയ്യതായിരിക്കും. നമുക്കും അങ്ങനെയാണല്ലോ. അച്ഛാ, യമുന റാണി പറയാണ്. അച്ഛാ, അമ്മാവാ, അമ്മവാ, അച്ഛാ, 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 നമ്മുടെ അച്ഛൻ പോയടാ. ദൈവമേ, ഞാനിത് എങ്ങനെ സഹിക്കും? അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേട്ടാ എന്റെ അച്ഛാ. മടിയായില്ല. ഇല്ല, അച്ഛൻ ചത്തിട്ടില്ല മക്കളെ. പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നുള്ള അവസ്ഥയായി. ഇതാ എന്താ സിനിമാ നടന്മാർക്കൊന്നും നാവില്ലേ? ഫോൺ ബില്ല് എഴുതി വന്നിരിക്കുക. ചെറിയ തുകയുള്ളൂ, 24,639 ഉറുപ്പ്യ. 24,639 രൂപയെന്ന്. 24,639 രൂപയെന്ന്. ഒയറില്ലാത്ത മൊബൈലിന് ഇത്രയും രൂപയോ? ഇന്നോ നേരിട്ട് കണ്ട് പറയേണ്ടതും ഒരു കാർഡിൽ എഴുതി ഇടേണ്ടതും ഒക്കെ എല്ലാവരും ഫോണിലല്ലേ വെച്ച് താങ്ങിയത്. ഹോ, എന്തൊരു അത്യാവശ്യമായിരുന്നു ഫോണിന്. കൊണ്ടുപോയി അടക്കി. 3 ബിലീസുകളുണ്ടല്ലോ ഇവിടെ. മഹിഷി പരമേശ്വരൻ പിള്ള സാറേ. മഹിഷി അല്ല, മുൻഷി. എന്ത് ഹലാക്കെങ്കിലും ആകട്ടെ. കടം കൊടുത്താ ഇടം കൂടി കൊടുക്കണമെന്നല്ലേ പറയണത്? അങ്ങനെ പറയണട്ടാ. ഉണ്ടിക്കാ. എന്നാ നമ്മടെ കിതാബിൽ അങ്ങനെ പറയണില്ല. സിനിമാ പ്രേമികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ മുതൽ 3 ദിവസത്തേക്ക് എല്ലാവർക്കും വിശ്രമം. സുപ്രസിദ്ധ സിനിമാ താരം യമുന റാണി 3 ദിവസത്തേക്ക് മലമ്പുഴ ഗാർഡൻസിലേക്ക് പോവുകയാണ്. മലയാള സിനിമയിലെ ഹരമായ മുകേഷ് മുത്തുള്ള ഗാന ചിത്രീകരണം. അവൻ ചെടി യമുന റാണി. എന്തിനു 3 ദിവസം? 10 ദിവസത്തേക്ക് കെട്ടിയെടുത്തുണ്ടായിരുന്നു. മോശം.
ചേട്ടൻ എങ്ങോട്ടാ? എങ്ങോട്ടായിരിക്കും? യമുന റാണിയുടെ അടുത്തേക്ക്. There you are. മണ്ടിപ്പെണ്ണെ, എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി തിരിയാൻ പോവുകയാണ്. വഴിമാറ്. 3 ദിവസത്തിനുള്ളിൽ എല്ലാം കറക്റ്റ് ആവും. 3 ദിവസം? യെസ്, വിത്തിൻ 3 days. മറ്റാരും അറിയണ്ട. നന്നായിട്ടുണ്ടോ ആനന്ദം? നന്നാകാതിരിക്കോ? വഴിതിരിയാൻ പോവല്ലേ? ദേവൊരു നര എണീറ്റ് നിൽക്കുന്നു. യമുന റാണി കണ്ട മോശമല്ലേ? ഇന്നല്ലേ, ചിലപ്പോ ഒരൊറ്റ കാരണം മതി എന്നെ വേണ്ട നോക്കാൻ. താങ്ക് യു. നീയാണടി മനോധർമ്മമുള്ള ഭാര്യ, ഭർത്താവിന്റെ ഇഷ്ടം അറിഞ്ഞു പ്രവർത്തിക്കുന്നു. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. പോയി വരട്ടെ ആനന്ദം. ചെല്ല്, കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. ഒരു വഴിത്തിരിവ്. ഈ വഴി ഞാൻ അടയ്ക്കും. ഇത് അവസാനത്തെ പോക്കാം.